പൃഥ്വിരാജ് വീണ്ടും ബോളിവുഡിൽ നായകനായി എത്തുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ട് കുറച്ചു നാളായി. ചിത്രത്തിൻ്റെ സംവിധായകൻ കരൺ ജോഹറാണെന്നും ചിത്രത്തിൽ കജോളാണ് പൃഥ്വിരാജിൻ്റെ നായികയായി എത്തുക എന്നും സെയ്ഫ് അലി ഖാൻ്റെ മകൻ ഇബ്രാഹിം അലി ഖാൻ ഈ ചിത്രത്തിൽ എത്തുമെന്നും ഒക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇതിനെക്കുറിച്ച് സാക്ഷാൽ കരൺ ജോഹർ തന്നെ പറയുകയാണ്. കരൺ ജോഹറിൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ചിത്രത്തെക്കുറിച്ചുള്ള സൂചനകൾ പുറത്തു വന്നിരിക്കുന്നു. ഇതൊരു സിനിമയുടെ പ്രഖ്യാപനമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കരൺ ജോഹറിൻ്റെ പോസ്റ്റ് തുടങ്ങുന്നത്. ഗസ് ചെയ്ത് തുടങ്ങാം എന്ന ക്യാപ്ഷനോടെയാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. നവാഗത സംവിധായകന്റെ തീരുമാനമനുസരിച്ച് ഈ ടീം കഴിഞ്ഞ 1 വർഷമായി ചിത്രീകരണം നടത്തുന്നുണ്ടായിരുന്നുവെന്നും അതിലെ ചില കാര്യങ്ങൾ അണിയറ പ്രവർത്തകരിൽ നിന്ന് പോലും മറച്ചു വച്ചിട്ടുണ്ടെന്നുമാണ് പോസ്റ്റിൽ പറയുന്നത്. സിനിമയിലെ കാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള സൂചനകളും കരൺ ജോഹർ നൽകുന്നുണ്ട്. ആദ്യ സൂചനകൾ നായകനെ പറ്റിയുള്ളതാണ്. ഇപ്പോൾ പാൻ ഇന്ത്യൻ ലെവലിൽ വരുന്ന സൗത്തിൽ നിന്നുള്ള സൂപ്പർ താരം എന്നായിരുന്നു കരൺ പറഞ്ഞത്. നായികയായി എത്തുന്നത് സെല്ലുലോയിഡിലെ വൈകാരികമായ പ്രകടനത്താൽ നമ്മെ വിസ്മയിപ്പിക്കുന്ന പ്രിയ നടിയാണെന്നും മൂന്നാമത്തെ സൂചന പാരമ്പര്യമുള്ള നവാഗത നടൻ എന്നുമായിരുന്നു. അതേസമയം നായകൻ സൗത്തിൽ നിന്നായതുകൊണ്ട് ധനുഷ്, പ്രഭാസ്, മഹേഷ് ബാബു എന്നിവരുടെ പേരുകൾ ആരാധകർ കമന്റ് ചെയ്തു. എന്നാൽ കൂടുതൽ പേരും പറഞ്ഞത് പൃഥ്വിരാജിൻ്റെ പേരാണ്. നായികയായി കൂടുതൽ പേരും പറഞ്ഞത് കജോളിനെയായിരുന്നു. നവാഗത നടനായി ഇബ്രാഹിം അലി ഖാനെയും ആരാധകർ തെരഞ്ഞെടുത്തു. ഇതോടെ പൃഥ്വിരാജ് കജോൾ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. അതേസമയം അക്ഷയ് കുമാറും ടൈഗർ ഷെറോഫും അഭിനയിക്കുന്ന ബഡേ മിയാൻ ചോട്ടെ മിയാനിലും പൃഥ്വിരാജ് അഭിനയിക്കുന്നുണ്ട്. ചിത്രത്തിൻ്റെ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പൃഥ്വി വില്ലനായിട്ടാണ് എത്തുന്നതെന്ന സൂചനയും ടീസർ നൽകുന്നുണ്ട്. പൃഥ്വിയുടെ ഇൻട്രോ തന്നെയാണ് ടീസറിൻ്റെ പ്രധാന ആകർഷണങ്ങളിലൊന്ന്. സിനിമയിൽ പട്ടാളക്കാരനായിട്ടാണ് അക്ഷയ് കുമാറും ടൈഗർ ഷെറോഫും എത്തുന്നത്. ആക്ഷൻ രംഗങ്ങൾ അടങ്ങിയിരിക്കുന്ന ടീസർ യൂട്യൂബിൽ പ്രത്യക്ഷപ്പെട്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വൈറലായിരുന്നു. അയ്യ, ഔറംഗസേബ്, നാം ഷബന എന്നിവയാണ് പൃഥ്വിരാജ് അഭിനയിച്ച മറ്റ് ബോളിവുഡ് ചിത്രങ്ങൾ. അക്ഷയ് കുമാറിനെ നായകനാക്കിയൊരുക്കിയ സെൽഫി എന്ന ചിത്രത്തിൻ്റെ സഹനിർമ്മാതാവുമായിരുന്നു പൃഥ്വിരാജ്.